അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകട്ടെ. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ ഫജ്ർ വലയാലിൻ ആശർ. ഈ വലയാലിൻ ആശർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിച്ച രാത്രികൾ അതിമഹത്തരമായ രാത്രികളാണെന്ന്. ഈ സൂറത്തുൽ ഫജ്റിനെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് മുടക്കാതെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖാക്കി തരട്ടെ. ഈ വൽ ഫജ്ർ എന്ന് പറഞ്ഞ ആയത്ത്, അതിനെ പല വിധേനയുള്ള വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകൾ കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്ക് ഇടയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം തന്നെയാണ് സത്യം. മൂസാ നബി അലൈഹിസ്സലാം കല്ലിലടിച്ചപ്പോൾ ഉറവ് പൊട്ടിയ വെള്ളം തന്നെയാണ് സത്യം എന്ന് തുടങ്ങിയിട്ട് ഉള്ള പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു വ്യാഖ്യാനം, ഖസമല്ലാഹു തആല ബിൻഫിജാരിൽ മാഇ മിൻ ഉയൂനിൽ ഉസാത്ത്, ദോഷികളായ പാപികളായ ആളുകൾ അവരുടെ ദോഷങ്ങളുടെ കറകൾ കഴുകിക്കളയാൻ വേണ്ടി അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തി ഹൃദയം നൊന്ത് കണ്ണുനീരുകൾ ഒലിപ്പിച്ച് ചെയ്യുന്ന തൗബ ഉണ്ടല്ലോ, ആ ദുആ, അങ്ങനെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുകൾ തന്നെയാണ് സത്യം എന്നൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദോഷിയായ മനുഷ്യൻ്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കുന്ന, അവൻ പടച്ച റബ്ബിലേക്ക് കേണപേക്ഷിക്കുന്ന ആ ഒലിപ്പിക്കുന്ന കണ്ണുനീരിന് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന്. ദുൽഹിജ്ജയുടെ ഈ 10 ദിനങ്ങൾ അതിനുള്ളതാണ്, നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ. ഒന്നിൻ്റെ ഒടുക്കവും തുടക്കവും നന്നായാൽ അതിനുള്ള ഇടയിലുള്ള സംഭവിക്കുന്ന പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുന്നല്ലേ. അതിന് മഹാന്മാർ പറഞ്ഞ കാണാം. ഈ വർഷം തുടങ്ങിയപ്പോൾ മുഹറത്തിന് നമ്മളൊക്കെ പലവിധേനയുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് സംഭവമാക്കിയിട്ടാണ് പുതിയ വർഷത്തിലേക്ക് കടന്നത്. ഇനി ഈ വർഷം നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. പോകുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയണം, തൗബ ചെയ്യാൻ പറ്റണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കവും ഒടുക്കവും നന്നായി, അടുത്ത വർഷം നമ്മിലേക്ക് ആഗതമാകുന്നതിൻ്റെ തുടക്കവും നന്നായി. അപ്പോൾ അതിനിടയിൽ സംഭവിച്ച നമ്മുടെ പോരായ്മകളൊക്കെ അള്ളാഹു മാപ്പ് തരാൻ ഇത് കാരണമാകുന്നു. അപ്പോൾ ഈ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അള്ളാഹു തൗഫീഖാക്കട്ടെ. ഈ മാസത്തിലെ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. ദുൽഹിജ്ജ 9 വരെ ഉള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, മൻ സ്വാമ അയ്യാമൽ ആശർ കതബല്ലാഹു ലഹു ബികുല്ലി യൗമിൻ സൗമ സന. ഒരാൾ ദുൽഹിജ്ജ 9 വരെയുള്ള ഓരോ ദിവസത്തിലും നോമ്പ് അനുഷ്ഠിച്ചാൽ ഓരോ നോമ്പിനും 1 വർഷം നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നു. അതേ സമയത്ത് തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നത് കാണാം, അറഫയുടെ നോമ്പ് നോറ്റാൽ ഫൈദാ കാന യൗമു അറഫ, അത് അറഫയുടെ ദിവസത്തിലുള്ള നോമ്പാണെന്നുണ്ടെങ്കിൽ ഫലക ഐതുക അൽഫി റഖബ, 1000 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. 1000 മാടുകളെ സ്വതക്ക കൊടുത്തതിൻ്റെ, ഹദിയ കൊടുത്തതിൻ്റെ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ധർമ്മ പോരാട്ടം നടത്താൻ പറ്റുന്ന ജഗപോക്കിരികളായ 1000 കുതിരകളെ നീ സമർപ്പിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. എന്ന് മാത്രമല്ല, മുൻകഴിഞ്ഞ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും നീ നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലവും ഈ ഒരു ദിവസത്തിൽ നീ നോമ്പനുഷ്ഠിച്ചാൽ ഉണ്ട്. ഏത് ദിവസം? അറഫയുടെ അന്ന് നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വലിയ പ്രതിഫലങ്ങൾ അന്നത്തെ നോമ്പിനുണ്ട് എന്ന്. അന്നത്തെ രാത്രികളെ ഹയാത്താക്കൽ, തസ്ബീഹിനെ തക്ബീറിനെ ഒക്കെ വർദ്ധിപ്പിക്കൽ, തഹ്ലീലിനെ വർദ്ധിപ്പിക്കൽ ഒക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. മാടുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാടിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലല് പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഉളുഹിയ്യത്ത് അറക്കുന്ന ആൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഘട്ടത്തിലാണ് അതിനുള്ള അവസരമുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളെ ഒരാൾ ആദരിച്ചാൽ, ഒരാൾ ബഹുമാനിച്ചാൽ
അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ ശ്രേഷ്ഠതകളുണ്ട്, വലിയ മഹത്വങ്ങൾ. ഏതാ? മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടത്. അവിടുന്ന് പറഞ്ഞു, ഒരാൾ ഈ 10 ദിവസങ്ങൾ ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആയുസ്സിൽ അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കും, അയാളുടെ സമ്പത്തിലെ അള്ളാഹു വർധനവിനെ കൊടുക്കും, അയാളുടെ കുടുംബത്തിന് അള്ളാഹു വലിയ സംരക്ഷണം കൊടുക്കും, അയാളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, അയാൾ ചെയ്യുന്ന ഹസനാത്തുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കും, ഇരട്ടി പ്രതിഫലം അള്ളാഹു കൊടുക്കും, അയാളുടെ മരണസമയം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. മരണസമയത്തൊക്കെ എളുപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവ നാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബന. ആ വല്ലാത്തൊരു സമയമായതുകൊണ്ടാണ് ബദിരിങ്ങളെ കാവൽ നമ്മളങ്ങനെ തേടുന്നത്. ആ സമയത്ത് അവൻ്റെ മരണസമയത്തുള്ള വേദന അള്ളാഹു മാറ്റി അവൻക്ക് എളുപ്പം കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലുള്ള ഇരുട്ടുകളെ മാറ്റിയിട്ട് അള്ളാഹു അവൻക്ക് വെളിച്ചങ്ങളാക്കി കൊടുക്കും. അവൻ്റെ മീസാനിൽ അള്ളാഹു വലിയ തൂക്കം കൊടുക്കും, ഹസനാത്തുകളുടെ തട്ടിൽ വലിയ തൂക്കം കിട്ടും. എന്ന് മാത്രമല്ല, നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാകും, വലിയ ഉന്നതമായ പദവികൾ അവനിക്ക് നൽകപ്പെടും. ഇതൊക്കെ എന്തിൻ്റെ പേരിൽ? 10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ഈ 10 എന്തിൻ്റെ പേരിൽ കിട്ടുന്നതാ? അറഫയെ അല്ല, ദുൽഹിജ്ജ 9-ന്റെ 10 ദിവസങ്ങളെ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ വലിയ മഹത്വം കൽപ്പിച്ചതിൻ്റെ പേരിൽ ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു മിസ്കീനായ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഈ സമയത്ത് സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അംബിയ മുർസലീങ്ങൾക്ക് സഹായം കൊടുത്ത, സ്വതക്ക കൊടുത്ത, ഹദിയ കൊടുത്തതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു പരിഗണിച്ച് വലിയ പ്രതിഫലം കൊടുക്കും. ഒരു രോഗിയായ മനുഷ്യനെ ഈ ദിവസങ്ങളിൽ ഒരാൾ സന്ദർശനം നടത്തുകയാണെങ്കിൽ ആ മനുഷ്യൻ മഹാന്മാരായ ശുഹദാക്കളെ, ഔലിയാക്കളെ, ബുദലാഉകളെ സന്ദർശനം നടത്തി, രോഗസന്ദർശനം നടത്തിയതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നു. അതേ സമയത്ത് ഒരാളെ, ഒരു ജനാസയെ അനുഗമിക്കുകയാണെങ്കിലോ ശുഹദാഇനെ അനുഗമിച്ച, ശുഹദാക്കളായ ജനാസകളെ അനുഗമിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കും. ഒരാളുടെ വിഷമം നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ കെട്ടിക്കൊടുക്കുകളെ അള്ളാഹു മാറ്റിക്കൊടുക്കും. യതീമായൊരു കുട്ടിയോട് ഈ ദിവസത്തിൽ കരുണ കാണിച്ചാൽ, ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിലായിട്ട് ഒരു യതീമായ കുട്ടിയോട് കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അർശിൻ്റെ തണൽ കൊടുത്ത് അള്ളാഹു അവനോടും കരുണ കാണിക്കും. ഇൽമിൻ്റെ മജ്ലിസിൽ അല്ലേ, ഇപ്പം നമ്മളൊരു ഇൽമിൻ്റെ മജ്ലിസിലാണ്, ഇതുപോലെ ഇൽമിൻ്റെ മജ്ലിസിൽ ദുൽഹിജ്ജ 10 ദിനങ്ങളിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അംബിയ മുർസലീങ്ങളുടെ മജ്ലിസുകളിൽ ഇരുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കും. നിസാരപ്പെട്ട സംഭവങ്ങളെല്ലാം. അപ്പം അത്രയും വലിയ പ്രധാനപ്പെട്ട മഹാന്മാരായ അംബിയാക്കൾക്കൊക്കെ അവരുടെ ജീവിതങ്ങളിലെ വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ലഭിച്ച ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് ഈ സമയങ്ങളെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ, സെക്കൻഡുകളെ മണിക്കൂറുകളുടെ മൂല്യത്തോടെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും വലിയ പ്രതിഫലങ്ങളും മഹത്വങ്ങളും ഒക്കെ ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് വലിയ ശിക്ഷയും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവരായി ഈ സമയങ്ങളിൽ മാറണമെന്ന്. എന്തെങ്കിലുമൊക്കെ അപാകതകളും പോരായ്മകളൊക്കെ അശ്രദ്ധമായിട്ടോ അതോ അറിഞ്ഞുകൊണ്ട് തന്നെയോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും സംഭവിച്ചതിനെ പൊറുപ്പിക്കാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ഖുർആനോത്തും മറ്റുള്ളവർക്കുള്ള സഹായങ്ങളും സ്വതക്കകളും തഹ്ലീലും തക്ബീറും ഒക്കെയായിട്ട് പള്ളിയിൽ കൂടി നല്ല സദസ്സുകളിൽ സംഗമിച്ച് ഒക്കെ നമുക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇരുലോക വിജയികളിൽ നമ്മൾ കൂട്ടിത്തരട്ടെ.